സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ വോട്ടുകളുടെയും അക്കൗണ്ട് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച് BJPയിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവർ BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിൻ്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നമസ്കാരം. കേരളത്തിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ളതിനുള്ള കൃത്യമായ വിവരങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളം കൊച്ചിയിൽ ഷിയാസ് തോൽക്കുമെന്നാണ് എറണാകുളം ജില്ലാ CPM ജില്ലാ സെക്രട്ടറി സതീഷ് പറഞ്ഞത്. എന്നാൽ ഇത് കള്ളമാണെന്നും ഷിയാസ് എറണാകുളത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഷിയാസിനായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഹൈബി ഈഡനാണ്. അദ്ദേഹം ഹൈബി ഈഡനും അതേപോലെ മുഹമ്മദ് റിയാസും കൂടി നടത്തിയ പത്രസമ്മേളനം ആഞ്ഞടിച്ചുകൊണ്ടാണ് അവർ എത്തിയത്. 14 സീറ്റും എറണാകുളത്ത് UDF നേടും, അതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല മുഹമ്മദ് ഷിയാസ് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. കൊച്ചിയിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ CPM പറഞ്ഞ പ്രസ്താവന 5 സീറ്റുകൾ UDF LDF നേടുമെന്നാണ് എറണാകുളത്ത് നിന്ന്. എന്നാൽ 14 സീറ്റും UDF നേടുക മാത്രമല്ല, ഇവിടെ വലിയ തരത്തിൽ ചെറിയ തോതിലുള്ള വലിയ തോതിലുള്ള വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും UDF വിജയിക്കുക എന്ന് കൂടിയാണ് ഹൈബി ഈഡൻ പറഞ്ഞത്. ഹൈബി ഈഡൻ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മുടെ PC ജോർജും ഷോൺ ജോർജും ക്രിസ്ത്യൻ സഭകളെ ഭീഷണിപ്പെടുത്തി അവരുടെ ഭീഷണിക്ക് വഴങ്ങി കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, അവർക്ക് ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. PC ജോർജും അതേപോലെ ഷോൺ ജോർജും മനപ്പായസമുണ്ണുകയാണ്. അവരുടെ ഭീഷണിക്കൊന്നും ക്രിസ്ത്യൻ സഭകളെ കിട്ടില്ല, ക്രിസ്ത്യൻ സഭകളുടെ രക്ഷയ്ക്ക് ഞങ്ങളുണ്ടായിരിക്കും. FCRA ഭേദഗതി ബില്ല് കൊണ്ടുവരാതെ സൂക്ഷിച്ചത് ഷോൺ ജോർജും അതേപോലെ PC ജോർജുമാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അതൊന്നുമല്ല, UDF ഡൽഹിയിൽ പോയി പാർലമെൻറ്റിൽ പോയി ഉണ്ടാക്കിയ ഒച്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ FCRA ഭേദഗതി ബില്ല് നിർത്തിവെക്കാൻ സഭ കാരണമായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഹൈബി ഈഡൻ പറഞ്ഞത്. അവർ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഹൈബി ഈഡനും അതേപോലെ ഷിയാസും നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ പൂർണ്ണ ഭാഗങ്ങൾ കേൾക്കാം. അതിന് ചെറിയ ഭാഗങ്ങളാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ വോട്ടുകളുടെയും അക്കൗണ്ട് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച് BJPയിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവർ BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിൻ്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അല്ല, ഇത് കേരളത്തിലെ പ്രശ്നം മാത്രമല്ല. മണിപ്പൂർ സംഘർഷബാധിത പ്രദേശത്ത് ഞാനും ഡീൻ കുര്യാക്കോസും ആദ്യ മാസം തന്നെ പോയിരുന്നു. അവിടെ സെൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന 1984 തുടങ്ങിയൊരു സ്ഥാപനമുണ്ട്. ഇംഫാൽ നഗരത്തിൻ്റെ നടുക്കാണ് മണിപ്പൂര്. അവിടെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. കണ്ണായ ഭൂമിയാണ്. നിങ്ങൾ ക്രൈസ്റ്റ് കോളേജ് എടുത്ത് നോക്കിക്കോ, യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, എത്ര ഏക്കർ ഭൂമിയിലാണിത്. എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഫണേജസും വെൽഫെയർ സെൻ്ററുകളും സെമിനാരികളും എല്ലാം ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ, മധ്യപ്രദേശിലെ, ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിലെ, ഡൽഹിയിലെ എല്ലാം കണ്ണായ ഭൂമിയിലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് RSSൻ്റെ മൗത്ത് പീസായ ഓർഗനൈസറിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ എന്ത് കാലിട്ടടിച്ചാലും അടിസ്ഥാനപരമായ അവരുടെ RSS ഐഡിയോളജിയിലേക്ക് മുസ്ലിം വിഭാഗത്തിന് ശേഷം ക്രൈസ്തവ വിഭാഗമാണ് എന്ന് ഓർത്താൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഇവിടെ ഇവമാരിട്ട് വായിട്ടലച്ചാലൊന്നും അത് മാറാനൊന്നും പോകുന്നില്ല. എന്തായിരുന്നു നന്ദി മോദി എന്ന് പറഞ്ഞ് ഇവിടെ പരിപാടി നടത്തിയല്ലോ. അവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചോ? മുനമ്പത്തെ ജനതയ്ക്ക് നീതി കൊടുക്കാൻ പറ്റിയോ? ഞങ്ങൾ പറഞ്ഞല്ലോ, വഖഫ് ബില്ല് വേറെയാണ്, മുനമ്പം ഭൂമിയുമായിട്ട് ഇതിന് ബന്ധമില്ല. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. അണ്ടർ വാട്ട് പ്രൊവിഷൻ, അണ്ടർ വാട്ട് സെക്ഷൻ, അണ്ടർ വാട്ട് പ്രൊവൈസോ ഈസ് ദ മുനമ്പം പീപ്പിൾ ഗോയിങ് ടു ഗെറ്റ് ലാൻഡ് എന്ന് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു, മറുപടി പറഞ്ഞില്ല.
കിരൺ റിഡ്ജു മറുപടി പറഞ്ഞില്ല. ഇവിടെ വന്ന് അബദ്ധം പറഞ്ഞു, അത് കഴിഞ്ഞ് അത് തിരുത്തി പറഞ്ഞു 2 ആഴ്ചക്കകം റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടും. ഞാൻ പറഞ്ഞു, വിൽ ദേ ഹാവ് ടു ഫൈറ്റ് ദ ലീഗൽ ബാറ്റിൽ ഫോർ ദെയർ എൻറ്റയർ ലൈഫ്സ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങി നടക്കണോ എന്ന് ചോദിച്ചു. ഈ നിയമം ഉണ്ടെങ്കിൽ ഇത് കിട്ടും എന്ന് പറഞ്ഞു. ശ്രീ വി ഡി സതീശൻ അതിനെ സംബന്ധിച്ച് കൃത്യമായ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം BJP എന്ന് പറയുന്നത്, കേരളത്തിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ തല്ലിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും. FCRA ഭേദഗതിയോടുകൂടി കുറേ ആളുകൾക്കെങ്കിലും അത് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇവർ ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇവരെ വരുതിക്ക് വരുത്തി FCRA കിട്ടുന്ന മുഴുവൻ ആൾക്കാരെ ഡൽഹിയിൽ അമിത്ഷായുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ കരുണയിലാണ് ഇത് തരുന്നത്. ഇത്രയും നാള് കോൺഗ്രസും UPM ഭരിച്ചപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇറ്റ് വാസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഇറ്റ് ഈസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അവരുടെ മൗലികമായ അവകാശമല്ലേ.